പ്രഭാസിനെ നായകനാക്കി ഓം റൌത്ത് സംവിധാനം ചെയ്ത ഫാന്റസി ചിത്രമായിരുന്നു ആദിപുരുഷ്. വമ്പൻ ഹൈപ്പിലാണ് ചിത്രം എത്തിയതെങ്കിൽ പോലും മോശം VFXും മേക്കിംഗും ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചു. ചിത്രത്തിന് ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റുകൾ വന്നു എന്ന് മാത്രമല്ല ബോക്സ് ഓഫീസിലും വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ചിത്രത്തിന്റെ പേരിൽ സംവിധായകൻ ഓം റൌത്തും ഏറെ വിമർശനങ്ങൾ നേരിട്ടു. ഇപ്പോഴത്തെ സംവിധായകൻ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ആദിപുരുഷ് 120 കോടിക്കാണ് തെലുങ്കിൽ റൈറ്റ്സ് വിറ്റതെന്നും അതിനർത്ഥം നിരവധി പ്രേക്ഷകർ സിനിമ കണ്ടെന്നുമാണെന്ന് ഓം റൌത്ത് പറഞ്ഞു. കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കുക എന്നതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ലക്ഷ്യം. നമ്മുടെ പ്രാദേശിക കഥകൾ ശക്തമായും സത്യസന്ധമായും ഹൃദയം കൊണ്ടും പറഞ്ഞാൽ അത് ലോകമെമ്പാടും പ്രതിധ്വനിക്കുമെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിന് പിന്നാലെ ഓം റൌത്തിനെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. എന്തുകൊണ്ടാണ് ഓം ആദിപുരുഷിന്റെ പരാജയം അംഗീകരിക്കാത്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ചിത്രം പ്രേക്ഷകർ തിരസ്കരിച്ചത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയില്ലേ എന്നും പ്രേക്ഷകർ പ്രതികരണമായി രേഖപ്പെടുത്തുന്നുണ്ട്. 500 കോടിയിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വെറും 375 കോടി രൂപ മാത്രമാണ് നേടാനായത്. കൃതി സനോൺ, സെയ്ഫ് അലി ഖാൻ, സണ്ണി സിംഗ് എന്നിവരായിരുന്നു ആദിപുരുഷിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ടി സീരീസ്, റെട്രോഫൈൽ എന്നിവയുടെ ബാനറിൽ ഭൂഷൺ കുമാറും കൃഷ്ണകുമാറും ഓം റൌട്ടും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഭുവൻ ഗൌഡ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് അപൂർവ മോഡിവാലെ, ആഷിഖ് മെഹ്ത്രെ എന്നിവരാണ് നിർവഹിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.